ഞാൻ പൂജക്ക് ആദ്യമായിട്ട് പോണത് ഒരു വീഡിയോ ഡോക്യുമെന്റേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്ത് അവിടുന്ന് ഞാൻ കൂടുതലുള്ള 2-3 ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് അറിയാറില്ല, ജാഫറിനൊക്കെ അറിയാം, ജാഫർ, സുഹൈല്, അങ്ങനെ കുറച്ച് റാഷിദ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊന്ന് പൂഞ്ച് കറങ്ങണം, ഒന്ന് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് വെച്ച് റീല് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സുഹൈലിൻ്റെ അടുത്ത് അപ്പോൾ ഒരു പൾസർ 150 ഉണ്ട്. ഓൻ പറഞ്ഞു നമുക്ക് കറങ്ങാൻ പറഞ്ഞിട്ട് ഓന് ഫസ്റ്റ് സ്ട്രീറ്റൊക്കെ കൊണ്ടുപോയി. സ്ട്രീറ്റ് അടിപൊളിയാണല്ലോ, അടിപൊളി സ്ട്രീറ്റുകളാണ്. മറ്റേ ഡൽഹിത്തൊക്കെ പോലത്തെ ഗല്ലി, വസ്ത്രധാരണ രീതി മാറ്റമുണ്ട്, മൊത്തത്തിലൊരു വേറെ ഫീൽ. അവിടെ ഒരു പൊളിഞ്ഞ ഫോട്ടോ ഒക്കെ ഫോട്ടോയിലെ നമുക്ക് സത്യം പറയാൻ ഉള്ളിൽ കയറി വേറെ ഫീൽ ആയിരിക്കും. അത്രയും ഒരു സംരക്ഷിക്കണില്ല അവരല്ലേ, അവർക്ക് അതിനൊരു അതിന്റെ ഏതോ പാർട്ടിൽ അവർ ഗവൺമെന്റ് ചില ഓഫീസുകൾ നടക്കുന്നുണ്ട്. അതായത് ഫോർട്ടിന്റെ ചെറിയ പാർട്ടുകൾ ഗവൺമെന്റ് ഓഫീസ്, ആ ഏരിയ മാത്രം അവരൊന്നിങ്ങനെ ബാക്കി ഏരിയകളൊക്കെ ഒരു എന്താ പറയുക ദ്രവിച്ച് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓൻ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയത് ഒരു ഈ ആലല്ലേ, കൊല്ലന്മാര് ഇരുമ്പ് പണി എടുക്കണം. ഞാൻ പിന്നെ അത് സെപ്പറേറ്റ് റീലൊക്കെ ആക്കി ചെയ്തു. നല്ല ഇഷ്ടമായി. കുറച്ച് ഈ ഓരോ കാശ്മീരീസിന്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് വയസ്സായ ആൾക്കാര്, പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കറങ്ങി. അതിനുശേഷം ഓൻ എന്നോട് പറഞ്ഞ് നമുക്ക് സ്പെഷ്യലായിട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയാലോ വെച്ച്. പൂഞ്ച് ടു റാവൽകോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു ബോർഡർ ഉണ്ടല്ലോ, ഒരു LOC ബോർഡർ വരുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി. ഞാൻ ഇപ്പൊ സംഭവം LOC എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ രാജ്യം എന്നുള്ളൊരു ഫീലാണല്ലോ. പുറത്ത് വേറെ രാജ്യത്തൊന്നും പോകാത്തതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, നമുക്ക് പോവാന്ന് പറഞ്ഞു. അവിടെ പോയ സമയത്ത് തന്നെ ക്രോസ് LOC ട്രേഡ് സെന്റർ, മുമ്പ് അവിടെ പാകിസ്ഥാനും ഇന്ത്യ ആയിട്ട് ട്രേഡൊക്കെ നടന്നതിന് ഞാൻ പോണ 2021 അതിന്റെ മുമ്പേ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ അതൊക്കെ കണ്ട്. അവർ ഇനി കുറച്ചുള്ളൂ എന്ന് പറഞ്ഞേ. സൈഡില് ലെഫ്റ്റ് സൈഡില് പൂഞ്ച് റിവർ, ഒക്യുപ്പൈഡ് കാശ്മീർ, പിന്നെ റൈറ്റ് സൈഡിൽ ഫുള്ള് ഗ്രാമങ്ങള്, ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാര്, ഒരു ഫീൽ, സീനറികൾ ബെസ്റ്റ് ഏരിയകളാണ്. നമ്മൾ പൊതുവെ മലയാളീസിന്റെ പ്രത്യേകത ഈ മഞ്ഞ് കാണാന്ന ഉദ്ദേശത്തിലാണ് അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. സത്യം അതാണ്. പക്ഷെ അത് റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും സമ്മർ സീസൺ റിയൽ ബ്യൂട്ടി വന്നത്. അത് അവിടുത്തെ ആളുകൾ വരെ പറയും. നമ്മളെ ഈ മഞ്ഞുകാലത്തോടെ ചെല്ലുമ്പോൾ പറയും മലബാരി എന്നൊക്കെ ചോദിക്കും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഒന്നേല ആ സമ്മർ സീസണിലേക്ക് അങ്ങനെ ഉണ്ട്. പോകാത്ത ആളുകൾ പോണവരുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ റിയൽ ബ്യൂട്ടി വരുന്നത് സമ്മർ സീസണുകളിലാണ്. കറക്റ്റ് ആ പുൽമേടുകളും നമുക്കതിന്റെ മഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രീം വേർഷനിലേക്ക് ഇപ്പോൾ ഗുൽമർഗിന്റെ ഫേസ് 3 പോകുമ്പോൾ അവിടെ നമുക്ക് മഞ്ഞും കിട്ടും. പക്ഷെ എല്ലാവരും ഈ മഞ്ഞുള്ള സമയത്ത് പോകും. മഞ്ഞുള്ള സമയത്ത് എന്ന് പറയുമ്പോൾ വെറും മഞ്ഞ് മാത്രം കാണും. അപ്പുറത്തേക്ക് വേറെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്കൊന്നും ഇല്ലല്ലോ. ഈ സ്പ്രിംഗ് സീസൺ ഒക്കെ ആണെങ്കിൽ, സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ആപ്പിള് കൊയ്തെടുക്കുന്ന ആ മാസമാണ്. ഷോപ്പിയാന്ന് പറഞ്ഞാൽ കിങ്സ് ഓഫ് നമ്മുടെ ആപ്പിളിന്റെ ഏരിയ, സിറ്റി ഓഫ് ആപ്പിൾസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെ ഇവന്റെ കൂടെ ഞങ്ങള് ഈ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ പോയിട്ടോ, LOC ബോർഡറിൽ പോയി. ഞാന് ബൈക്കിലല്ല പോകണം, നേരെ ഇറങ്ങി ആ പൊലിവില് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുക. അതിലുണ്ട് ഒരു 3-4 BSF വരുന്നേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പെട്ട 3-4 ആൾക്കാർ വെപ്പൺസ് ഒക്കെ വെച്ചിട്ടാണ്. എല്ലാവരുടെ അടുത്തും തോക്കുണ്ട്, ആയുധമൊക്കെ ഉണ്ട്. നല്ല ദേശത്തിലാണ് വരുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് എന്താണ് സംഭവം അങ്ങനെ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞങ്ങൾ കേരളീറ്റ്സ് ആണ്, ഇങ്ങനെ ഞാനിവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, ഇവൻ ടൂറിസ്റ്റാന്നൊക്കെ. അതെ മൂപ്പര് അതിൽ ഏറ്റവും പ്രായമുള്ള ഒരാള് ഒരു ബീഹാരിയാണ്. ബാക്കിയുള്ളവരൊക്കെ പോയി, ഓക്കെ പറഞ്ഞപ്പോൾ ഓര് പോയി. ഇയാളെ ഞങ്ങൾ അടുത്ത് നിന്നുണ്ട് കേരളീറ്റ്സ് ആണല്ലേ, എത്രയായി കേരളത്തിൽ നിന്ന് പോന്നിട്ട് എത്രയായി, ഫുള്ള് നമ്മളെ നാടിന്റെ വിശേഷങ്ങളൊക്കെ. പൊതുവെ അത് കാശ്മീരികൾക്കാവട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന മിലിറ്ററീസിനാവട്ടെ, അതൊക്കെ കേരളത്തിൽ കുറച്ച് റെസ്പെൻസ് കൂടുതലാണ്. അതായത് നമ്മൾ അത് ഒരു പ്രശ്നക്കാരില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് മൊത്തത്തിൽ പൊതുവെ ഉണ്ട്. പോരാത്തിന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പോരാത്തിന് എന്ന് പറയുമ്പോൾ കാശ്മീരത്തെ നമുക്ക് അവസരമാണ്. കാശ്മീർ എന്നല്ല മൊത്തത്തിൽ ഞാൻ പറയുന്നത്, ഈ പൂഞ്ച് ചെയ്ത് അവിടുത്തെ രക്ഷിതാക്കൾ അവരുടെ മക്കളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഒരുപാട് ക്യാഷ് അവർ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് മക്കളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ബട്ടിന്തി വർക്ക് ചെയ്ത സ്കൂളിൽ അറിയണ്ടാവും നിങ്ങൾക്ക്. ബട്ടിന്തി വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. രണ്ട് സ്റ്റുഡൻസ്, അതായത് ഒരു വാപ്പൻ 2 മക്കൾ. അയാൾക്കവിടെ കച്ചവടം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വഴിയോര കച്ചവടം നടത്തുന്ന ആളാണ്. അയാളെ മക്കളെന്ത് ചെയ്യണ്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചിട്ട് അതോ ഇത്രയും റിസ്ക് എടുത്തിട്ട് അയാൾ വേറെ നാട്ടുകാരനാണ്, ഇവിടെ വന്നിട്ട് റോഡ് അരികിൽ കച്ചവടം നടത്തിയിട്ട് സ്വന്തം മക്കളെ ഒരു എന്താ പറയുക വലിയ എഡ്യൂക്കേഷൻ നൽകണം, അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേഷൻ സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടുത്തെ രക്ഷിതാക്കൾ ഭയങ്കര എഡ്യൂക്കേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊരു എൻഡിലേക്ക് അതിൻ്റെ പോലെ എനിക്ക് തോന്നുന്നു പല ആളുകളുടെയും
ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം വരുന്നത്. അത് അപ്പുറത്തേക്ക്, അതായത് ഞാൻ പല ആളുകളും കുട്ടികളോട് ഡ്രീം വയ്ക്കുമ്പോൾ നമുക്ക് പറയുന്നത് ഗവൺമെൻറ്, അപ്പോൾ എന്താ ഗവൺമെൻറ് ജോബ് കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാം, വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് അവർ മാറുന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ പറയാതെ വിഷയം കുറച്ച് കാലം മുമ്പേ ഉണ്ടോന്നുണ്ട്. പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ പോലീസ് ടീച്ചർ, അതായത് ഇത് പറയുന്നുണ്ട് ഇവരെ മക്കളൊന്നും ഗവൺമെൻറ് സ്കൂൾ പഠിപ്പിക്കില്ല. കാരണം ഗവൺമെൻറ് സെക്ടറിൻ്റെ ഓൽക്ക് അറിയാം ഗവൺമെൻറ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ കിടക്കുന്നു, അവിടെ മാഷ്മാരുടെ അപ്പുറത്ത് നിന്ന് കടല ഉറച്ച് വരുന്നത്, മക്കളുടെ അതിൽ കൂടെ പോയി നടക്കുന്നത്. ഈ ഒരു സിസ്റ്റമാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളത്. അപ്പോൾ തന്നെ എല്ലാവരും എഡ്യൂക്കേഷൻ, അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുക, അവർ നല്ല രീതിയിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ കൊടുക്കാനോ അതിൻ്റെ ഇമ്പോർട്ടൻസും അവർക്കല്ല ഭയങ്കര. അപ്പോൾ എന്തെങ്കിലും പാവപ്പെട്ട കുടുംബമാണെങ്കിൽ പോലും എഡ്യൂക്കേഷൻ നല്ല സ്പെൻഡ് ചെയ്യുക, അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഫൈനൽ അറ്റ് ദ ഔട്ട്പുട്ട് വരുന്നത് എന്താണ്, ഇവർക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ജോബ് വേണം എന്നതിലേക്ക് മാറുന്നത്, അല്ല വേറെ ചിന്തയില്ല. പക്ഷെ അതൊക്കെ കുറേ എനിക്ക് തോന്നുന്നു എസെൻഷ്യൽ സ്റ്റാഫ് ഇടപെട്ടിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ സ്കൂളുകളാണ് അവിടുത്തെ ബാക്കിയുള്ള സ്കൂളുകളെക്കാട്ടും മെച്ചത്തിൽ കിടപിടിച്ച് പോകുന്നത്. ഇപ്പോൾ പൂഞ്ചിര സ്കൂളിൽ കണ്ടുണ്ടാവും, അത്യാവശ്യം വലിയ സ്കൂളാണ്. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആ ഒരു ഏരിയ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ സ്കൂളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മളെ വിദ്യാലയങ്ങളാണല്ലോ ഒരു കൾച്ചർ സൃഷ്ടിക്കുന്നത്, ഉണ്ടാക്കുന്ന ഡെവലപ്പ് ചെയ്യുന്നതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മലയാളീസിന് പൊതുവെ കമ്പാരിറ്റീവ്ലി അവിടുത്തെ ഓഫീസേഴ്സിനാവട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിനാവട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കാവട്ടെ ഭയങ്കര ഒരു സ്വീകാര്യതയുള്ളതാണ്. പിന്നെ നമ്മളെവിടെയൊക്കെ കുടുങ്ങി കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് സ്റ്റാഫ്സ് എന്ന് പറയുമ്പോൾ കേരള പോലെ എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു ഭയങ്കര ഒരു ഹൈപ്പ് തരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അവരോട് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ നല്ല റെസ്പെക്റ്റും കിട്ടും അവരോട് നിന്ന്. അവർ പൊതുവെ ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു ഉഷാറാന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ അങ്ങനെ. കാശ്മീർ മൊത്തത്തിൽ പോയാൽ മനസ്സിലാവും നമുക്ക് എവിടെ ചെന്ന് കുടുങ്ങുന്നൊരു ഇതവിടെ ഉണ്ടാവാറില്ല. ഇപ്പോൾ ചില പാവപ്പെട്ടാണ് സാബൻ്റെ വീട്ടിലേക്ക് വരും എന്നുള്ള രീതിയിൽ അവർ ക്ഷണിച്ച് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് ഫുഡ് തരും, ഭക്ഷണം തരും, ചായ തരും. അത് അവർക്കൊരു ആതിഥേയത്തിൽ എന്താ ആതിഥ്യ മര്യാദയിൽ അവർ ഭയങ്കര നമ്മളെക്കാട്ടും കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മുമ്പിലാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളായിട്ട് ഒരു വിഷം അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല.